ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും രതീഷും കൂടി മലക്ക് പോയിരിക്കുകയാണ്. പ്രകാശിൻ്റെ മനസ്സിൽ ആകെ തീയാണ്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഗംഗയുടെ കാര്യം, ഗംഗ അവൻ മരണപ്പെട്ടോ എന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പോയിട്ടുള്ളത്. പിന്നെ തന്നെ ആദ്യം മലയ്ക്ക് പോയ സമയത്ത് തൻ്റെ കല്യാണി മോളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കരയുന്നൊക്കെ അങ്ങനെയൊക്കെ വിഷമിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും അതിനുശേഷം നമ്മുടെ വിക്രമാണെങ്കിൽ തിരികെ ജയിലിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാൾ ആ ജയിലിലുണ്ടായിരുന്നില്ല. അപ്പം നീ എവിടെയായിരുന്നടാ എന്ന്, നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നൊക്കെ രാഹുൽ തിരക്കുന്നുണ്ട്. അപ്പോൾ രാഹുലിനോട് പറയാണ്, എൻ്റെ കൂട്ടുകാരൻ ഒരു മോഷണ കേസിൽ പ്രതിയായിരുന്നു. അപ്പോൾ ഞാനും അതിലുണ്ടോ എന്ന് പോലീസിന് സംശയം, അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ, അതിന് നീ ഇവിടെ ജയിലിലല്ലേ ആയിരുന്നത്, പിന്നെ എങ്ങനെ നീ മോഷ്ടിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇടയ്ക്ക് പരോളിൽ ഇറങ്ങിയല്ലോ, ആ സമയത്താണ് ഞാൻ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ അവർക്ക് എന്നെ സംശയം, അതുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ചോദ്യം ചെയ്തു, ഒരുപാട് തല്ലൊക്കെ ചെയ്തു. ഒടുവിൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാക്കി വീണ്ടും ഇങ്ങോട്ട് തന്നെ ആക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുൽ മനോഹറിന് കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് മോശമായിപ്പോയി, എന്തായാലും അവൻ മരിക്കേണ്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. സരയുന് എന്തായാലും ആശ്വാസമായി കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെയാണ് എനിക്കും ഒരു സന്തോഷമുള്ള കാര്യം, എന്തായാലും അവൻ ഇവിടേക്ക് തന്നെയല്ലേ തിരികെ വരാൻ പോകുന്നത്, ബാക്കി നമുക്ക് അപ്പോൾ തീരുമാനിക്കാടാ എന്നിങ്ങനെ വിക്രത്തിനോട് പറയുകയാണ് നമ്മുടെ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും അവർ പറയുകയാണ്, ഇനിയിപ്പോൾ ഗംഗേട്ടൻ അവൻ ശരിക്കും മരിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അറിയില്ല, എന്തായാലും ഗംഗേട്ടൻ മരിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പേരുടെ മരണം ആൾ ഉറപ്പിക്കും, അത് ഉറപ്പാണ് എന്ന് പറയാണ്. എന്തായാലും കാർത്തികയുടെ വിവാഹ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും കാർത്തികയുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് എന്തായാലും ഒരു പരോള് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പുറത്ത് ഞാൻ ഇറങ്ങിയാൽ ഒരുപാട് ആൾക്കാരുടെ കണ്ണുനീര് ഞാൻ കാണിക്കും, അത് ഞാൻ ഉറച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. അതേടാ, അങ്ങനെ തന്നെയാണ് വേണ്ടത്, എത്രയും വേഗം തന്നെ നിന്റെ ആ കാർത്തികയുടെയൊക്കെ ഇത് രക്തം കാണണം. അതിനുശേഷം പിന്നെ വേണ്ടത് നിന്റെ പെങ്ങളുണ്ടല്ലോ, അവൻ്റെ ആ മനോഹരനെ കൊന്നതിന് ശേഷം പിന്നെ നിന്റെ പെങ്ങള്, അതായത് നിന്റെ ശത്രു ഉണ്ടല്ലോ ആ കല്യാണി, അവളുടെ ജീവനാണ് എടുക്കേണ്ടത് എന്ന് പറയുകയാണ്. എന്തായാലും അവളുടെ ജീവൻ എടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ മോള് കിരണിൻ്റെ ജീവിതത്തിൽ വന്ന് നിൽക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കാണും. ആ മനോഹരനെയും കൊല്ലണം, കല്യാണിയെയും കൊല്ലണം, അത് ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്, അതിന് നീ എൻ്റെ ഒപ്പം നിൽക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ വിക്രത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, കല്യാണിയെ കൊല്ലുന്ന കാര്യത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരവിടെ വെച്ചിട്ട് കല്യാണിയെ കൊല്ലണം, അതുപോലെ തന്നെ കാർത്തികയുടെ വിവാഹം മുടക്കണം, ഗംഗപ്രസാദിനെ കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ജയിലിൽ വെച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഗംഗ അമലുവിനോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും അവളുമായിട്ട് ഒരുപാട് അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്, അമ്പയ്യാനായിട്ടായാലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. വേലുവിന് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും വേലുവിൻ്റെ അവഗണന ആരും, അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും ആരും വകവെക്കുന്നില്ല, അവനെല്ലാവരും വകവയ്ക്കാതെ അവൻ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതെന്തായാലും ഉടനെ തന്നെ തിരിച്ചടിയാകും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. വേലുവിൻ്റെ ഭാഗത്തായിരുന്നു സത്യം, അവൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കാർത്തികയും ലക്ഷ്മിയമ്മയും രാത്രി സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു മുട്ടെന്തോ ഒച്ച കേട്ടിട്ട് ഇങ്ങനെ പേടിച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഡോറിൻ്റെ അരികിലാണ് വന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി കാർത്തികയെ തടയുകയാണ്, വേണ്ട മോളെ ഇപ്പം തുറക്കണ്ട എന്ന് പറഞ്ഞ് തടയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതെന്താണ്, എന്തുകൊണ്ടാണ്, ആരാണ് വന്നതെന്നൊക്കെ ഉള്ള എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഗംഗയാണെങ്കിൽ ഇവിടെ അമലുവിനെ പ്രണയിച്ചിട്ട് അവളെ ചതിക്കാനുള്ള സാധ്യതയൊക്കെ ഒരുപാട് കൂടുതലാണ്. എന്തായാലും അവന് പെട്ടെന്ന് തന്നെ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. അങ്ങനെ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയാലും അവനെ വേഗം തന്നെ പിടികൂടാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ്. തന്നെയല്ല, കുറേ പ്രാവശ്യം ഫോറസ്റ്റുകാർ ഈ ഫോറസ്റ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിരുന്നു എന്ന് പലവട്ടം അന്വേഷിച്ചിട്ടും ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല എന്നാണ് ഈ പറയുന്ന നമ്മുടെ വേലു അടക്കം എല്ലാവരും നുണ പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അത് അവർക്ക് ദോഷമായിരിക്കും. പിന്നെ തന്നെയല്ല, ഇവിടെ വന്നിരുന്നത് ഒരു ദുഷ്ടനാണ് എന്നറിയുമ്പോൾ ആദ്യത്തെ കാരണം പുകയ്ക്കുന്നത്, ആദ്യത്തെ അടി കൊടുക്കുന്നത് അമലു തന്നെയാണ്. അമലു അയാൾക്ക്
വിഷം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ ഇവർ രഹസ്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അതേ ട്രീറ്റ്മെൻറ്റ് മാറ്റി കൊടുത്ത് അവന് വിഷം കൊടുത്ത് കൊല്ലാനും അതുപോലെ തന്നെ നമ്മുടെ വേലുവിനെ മർമ്മം നോക്കി കൊടുത്ത് അവനെ തളർത്തിയിടാനുള്ള കഴിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ഈ കിരണിനൊപ്പം നിൽക്കും ഈ വേലുവും അതുപോലെ അമലുവും മൂപ്പനൊക്കെ കിരണിനൊപ്പം തന്നെയായിരിക്കും നിൽക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. അങ്ങനെയുള്ള ഒരു ഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.